ഈ വീഡിയോയ്ക്ക് ഞാൻ ഒരു ഹാഷ്ടാഗും കൊടുത്തിട്ടില്ല. എന്നിട്ടും ഈ വീഡിയോ നിങ്ങളെ തേടി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ദിസ് ഇസ് ഓൺലി ഫോർ യു. നിങ്ങൾ ഈ സമയം കേൾക്കേണ്ട മെസ്സേജാണിത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ സമയം സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളെ ഒരുപാട് ഡ്രെയിൻ ചെയ്യാണ്, ഒരുപാട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഓവർ തിങ്ക് ചെയ്യാണ്, ആ കാര്യത്തെ പറ്റി ആലോചിച്ച് നിങ്ങൾക്കത് ഒരുപാട് ആങ്സൈറ്റി, ഫിയർ, കൺഫ്യൂഷൻ, ഡൗട്ട്സ്, നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്നുണ്ടെങ്കിൽ ഗൈസ്, ഇറ്റ്സ് ടൈം ടു ഷിഫ്റ്റ് യുവർ എനർജി. നമ്മൾ പറയും നമുക്കൊരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും ആങ്സൈറ്റി, ഫിയർ ഉണ്ടാവുന്ന സമയത്ത് നമ്മളതിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കരുത്, ഒഴിവാക്കി കളയരുത്. ഡെഫിനറ്റ്ലി നമ്മളത് കേൾക്കണം, നമ്മളത് എലോ ചെയ്യണം. ആ ഒരു സമയത്തെ നമുക്കത് റിലീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബട്ട് ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ അതിന് ആവശ്യത്തിൽ കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങളത് എലോ ചെയ്യാൻ മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരിക്കുക, നിങ്ങളത് എലോ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരിക്കണം, ഓവർ ടോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്റ്റിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെ? സോ ഇനി നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വേണം, അല്ലെ? സോ can I tell you something? Within a second you can shift your mindset. Yes, in a second you can change your mindset. ഇനി ആ കാര്യം നിങ്ങൾ ഇത്ര സമയം എത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്തു, ഇനി നിങ്ങൾ അങ്ങനെ കാണണ്ട. വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ ഫേസ് ചെയ്യുക. അത്ര ഒരു പ്രയോറിറ്റി മാത്രം അതിന് കൊടുത്താൽ മതി, അത്ര ഒരു ഫണ്ണായിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ പണ്ടൊക്കെ നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഫണ്ണാണ്, അല്ലെ? അത്ര എന്ത് പ്രശ്നവും ആയിക്കോട്ടെ, എന്ത് പെയിൻ ആയിക്കോട്ടെ, ഐ നോ ലൈക്ക് നിങ്ങളുടെ സ്ട്രഗിൾ റിയൽ ആണ്, നിങ്ങളുടെ പെയിൻ റിയൽ ആണ്, ബട്ട് നമുക്കതൊന്ന് ഓവർകം ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ലെ? നിങ്ങൾ അതൊരിക്കലും നിങ്ങളുടെ ഉള്ളിൽ തന്നെ സപ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നിങ്ങൾ അതിന് ആവശ്യത്തിൽ കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാനും, അതിനെപ്പറ്റി പേടിക്കാനും, അതിനെപ്പറ്റി ഓവർ ടോക്ക് ചെയ്യാനും, ഓവർ തിങ്ക് ചെയ്യാനും ഒക്കെ, അല്ലെ? ഇനി അതിന്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാം. ജസ്റ്റ് ലിസൺ ചെയ്യുക. നിങ്ങൾക്കൊരു ചിന്ത വരുന്ന സമയത്ത്, ഒരു ആങ്സൈറ്റി വരുന്ന സമയത്ത്, ഫിയർ വരുന്ന സമയത്ത് അത് എലോ ചെയ്തോളൂ, അത് നിങ്ങൾ കേട്ടോളൂ. ബട്ട് അത്ര ഒരു സീരിയസ് അറ്റൻഷൻ അതിന് കൊടുക്കരുത്. നമ്മൾ ചില ആളുകൾ സംസാരിക്കുന്ന കിട്ടിയില്ലേ, ഒരാൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് മറ്റേ ആള് അതിന്റെ എല്ലാ ഇമോഷൻസും ഉൾക്കൊണ്ടിട്ടാണ് അവർ കേൾക്കുക, അല്ലെ? അവരുടെ ഒരു പ്രശ്നം പോലെ ആ ഒരു പെയിനൊക്കെ അവരിങ്ങനെ ആണോ, അങ്ങനെയാണോ, അങ്ങനെ കേൾക്കും, അല്ലെ? ഇനി അത്ര ഒരു അറ്റൻഷൻ നിങ്ങൾ ആ ഒരു കാര്യത്തിന് കൊടുക്കണ്ട. എന്ത് സംഭവിക്കും? നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആക്കുന്ന സമയത്ത് നിങ്ങളുടെ വൈബ്രേഷൻ ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വളരെ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുന്ന സമയത്ത് നമുക്കൊരു എനർജി തോന്നില്ലേ? ദാറ്റ് ഈസ് കോൾഡ് വൈബ്രേഷൻ. നിങ്ങൾ ആ വൈബ്രേഷൻ കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആൻഡ് സ്ലോലി നിങ്ങൾ അങ്ങനത്തെ ഒരു ഫ്രീക്വൻസിയിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ അതേപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബട്ട് മനസ്സിലാക്കുക, അവിടെ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോരുത്തർ